ഹായ് ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗ്രാംബ്ലർ. ഈ ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ PC, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഫോട്ടോ അതുപോലുള്ള പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാനും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും അതുമൂലം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഫൈൽ റേറ്റിംഗ് കൂട്ടാനും ഫോളോവേഴ്സിനെ കൂട്ടാനും നമ്മുടെ പോസ്റ്റിന് ലൈക്കുകൾ കൂട്ടാനും സാധിക്കുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഗ്രാംബ്ലർ നിങ്ങളുടെ 64 ബിറ്റ്സ് ആണോ അതോ 34 ബിറ്റ്സ് ആണോ നോക്കി നിങ്ങളുടെ ലാപ്ടോപ്പിന് അനുയോജ്യമായ നിങ്ങളുടെ PC ക്ക് അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയോടൊപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നു. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ PCയിൽ ഇതുപോലെ ഗ്രാംബ്ലർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്ത് ഇതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്. അതിനുശേഷം ഇവിടെ ഓട്ടോ ലൈക്ക് എന്ന ഓപ്ഷൻ ഓൺ ചെയ്തിടുക. ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എനിക്കിപ്പോൾ 1025 കോയിൻസ് ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കോയിൻസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഈ കോയിൻസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ കോയിൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഇൻ്റർഫേസിൽ നമുക്കിവിടെ സൈഡിൽ കാണാൻ കഴിയുന്നു ഏൺ കോയിൻസ്. ഈ ഏൺ കോയിൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്കമിങ് ഇമേജസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ഇമേജസ് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഇത് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പ്രൊഫൈൽ റേറ്റിംഗ് കൂട്ടുന്നതിനും ലൈക്കുകൾ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് യൂസേഴ്സ് അവരുടെ ഫോട്ടോ ഗ്രാംബ്ലറിൽ സ്പ്രെഡ് ചെയ്തേക്കുന്നതാണ്. സോ അവരുടെ ഇമേജസ് നമ്മൾ ഇവിടെ ലൈക്ക് കൊടുക്കുന്നതനുസരിച്ച് നമുക്കിവിടെ കാണാം. ഇവിടെ എനിക്കിപ്പോൾ 1025 ഉണ്ടായിരുന്നത് 1030 ഇങ്ങനെ ഓരോ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് എനിക്കിവിടെ കോയിൻസ് കൂടി വരുന്നു. സോ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് യൂസേഴ്സിന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫോട്ടോസ് എല്ലാം നമ്മൾ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോയിൻസ് ആഡായി നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡായി വരുന്നത് കാണാം. സോ ഇനി ഒരുപാട് ഫോട്ടോസ് ഇവിടെ ലൈക്ക് ചെയ്യാനുണ്ട്, ഞാനത് എല്ലാം ചെയ്യുന്നില്ല. ഇപ്പോൾ 1320 കോയിൻസ് എനിക്കായി കഴിഞ്ഞു. നമുക്ക് ഈ കോയിൻ ഉപയോഗിച്ച് ഈ യൂസേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫോട്ടോ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. പോസ്റ്റിലെ ലൈക്കുകൾ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെയിൻ ഫോളോവേഴ്സ്, നമുക്കിത് ഈ കോയിൻ ഉപയോഗിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാൻ കഴിയും. ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി നമുക്കിവിടെ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാൻ കഴിയും. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഫോട്ടോസിന് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസിന് ലൈക്ക് കൂട്ടാം എന്ന് നോക്കാം. ഈ ആഡ് ലൈക്ക് എന്ന ഈ ഹാർട്ട് സിമ്പിളിൽ ആഡ് ലൈക്ക് എന്ന് നമുക്ക് നമ്മുടെ മൗസ് പോയിന്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ആഡ് ലൈക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇമേജിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് പോവുക. അതിനുശേഷം നമ്മളുടെ ഏത് ഇമേജാണോ നിങ്ങൾക്ക് ലൈക്ക് കൂട്ടിയെടുക്കേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഇമേജിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കോപ്പി ചെയ്ത് ഗ്രാംബ്ലർ ആപ്പിൽ വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇമേജ് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ഷോ ആവും. അതിനുശേഷം എത്ര ലൈക്കാണ് നമുക്ക് വേണ്ടത്, ഇവിടെ ഒരു എക്സാമ്പിൾ ഷോ ചെയ്തിട്ടുണ്ട്. 1000 പോയിന്റ്സ് വെച്ച് നമുക്ക് 100 ലൈക്സ് വരെ ഈ ഇമേജിൽ മേടിക്കാൻ കഴിയും. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1320 ലൈക്ക് കോയിൻസ് ആണുള്ളത്. സോ ഞാൻ എല്ലാം യൂസ് ചെയ്യാൻ ആയിരിക്കുന്നില്ല, എനിക്ക് 50 ലൈക്ക് മതി. സോ 500 കോയിൻസ് ഉണ്ടെങ്കിൽ എനിക്ക് 50 ലൈക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് യൂസേഴ്സിൻ്റെ നിന്ന് ലൈക്ക് മേടിക്കണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് മാത്രം ലൈക്ക് മതിയോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ കോളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള നമ്മുടെ ലൊക്കേഷന് നിയർ ബൈ ആയിട്ടുള്ള യൂസേഴ്സിൽ നിന്നായിരിക്കും ലൈക്കുകൾ കിട്ടുക. സോ പക്ഷേ അത് ലൈക്ക് കിട്ടുന്നതിൻ്റെ സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും. സോ ഞാനിപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. ആഡ് ലൈക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആഡ് ലൈക്സ് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ കോയിൻസ് കുറഞ്ഞു. 500 പോയിന്റ്സ്
കോയിൻസ് എൻ്റെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഈ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് 158 ലൈക്കുകളായിരുന്നു ഈ ഇമേജിന്. ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ 15 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. സോ ഓൾറെഡി 15 ലൈക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന് വിത്തിൻ 2 or 3 minutes നമുക്ക് 50 ലൈക്ക് ഈ ഇമേജിലേക്ക് ആഡ് ആവുന്നത് കാണാം. ലുക്ക് 190 ലൈക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇമേജിന്. സോ ഇത് ഗ്രാംബ്ലറിൻ്റെ ഒരു വലിയ യൂസാണ്. നമ്മുടെ ഇമേജസിന്, നമ്മളുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് ഇൻക്രീസ് ചെയ്യാൻ ഉള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. കൂടാതെ തന്നെ ഗ്രാംബ്ലറിൻ്റെ മറ്റൊരു പർപ്പസാണ് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫോട്ടോ മൊബൈൽ വഴി ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈക്കും ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നില്ല. എല്ലാം നമ്മുടെ യൂസേഴ്സും നമ്മുടെ ഫ്രണ്ട്സും വഴി കിട്ടുന്ന ലൈക്കുകൾ മാത്രമേ ഉള്ളൂ. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 60 ലൈക്സ് വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ അപ്ലോഡ് നൗ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഇമേജസ് നിങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സൈസ് ഏത് സൈസിലാണ് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ എനി സൈസ്, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എത്ര ഏരിയ വേണോ അത്ര ഏരിയ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വല്ല ഫിൽറ്ററുകളോ മറ്റോ മോഷനോ ആഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. റൈറ്റ് എ ക്യാപ്ഷൻ ആൻഡ് സെൻഡ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാം. ഇവിടെ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാം, യൂസേഴ്സിനെ ടാഗ് ചെയ്യാം. അതിൽ നിന്നെല്ലാം നമ്മുടെ പ്രൊഫൈൽ റേറ്റിംഗ് കൂടും. നമ്മൾക്ക് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇമേജസിന് ലൈക്ക് കൂട്ടാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഇതിന് ഹാഷ്ടാഗ് ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിൻ്റെ റീച്ച് കൂട്ടാൻ കഴിയും. സോ ജസ്റ്റ് ഞാനൊരു ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ആവുന്നതിനോടൊപ്പം നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും, അത് കാണാം. സോ ഇവിടെ നമുക്ക് കൺഗ്രാജുലേഷൻ യു ക്യാൻ ഗെറ്റ് ഫ്രീ ലൈക്സ് ഈ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം 60 ലൈക്ക് വരെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് 60 ലൈക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്നതാണ്. സോ എൻ്റെ ഫോട്ടോ ഓൾറെഡി ഇവിടെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫേസ്ബുക്ക് വഴിയോ ട്വിറ്റർ വഴിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ആ ഓപ്ഷൻ നമുക്ക് ഗ്രാംബ്ലറിൽ നിന്ന് ഡയറക്റ്റ് ലിങ്ക് ലഭിക്കുന്നതാണ്. ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതിന് ഓട്ടോമാറ്റിക് 60 ലൈക്സ് വരെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഇമേജിന് ലൈക്ക് കോയിൻസ് യൂസ് ചെയ്ത് ആഡ് ചെയ്തതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രീ ലൈക്സുകൾ കിട്ടില്ല. അതിന് കുറച്ച് ടൈം എടുക്കും. 5 മുതൽ 10 മിനിറ്റ് വരെ ടൈം എടുക്കും. അതിനുശേഷം നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് ലൈക്കുകൾ കൂടി വരുന്നതായിട്ട് കാണാം.
ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇതൊന്നും എൻ്റെ ഫോളോവർ ലിസ്റ്റിലുള്ള ആൾക്കാരല്ല, ഇതെല്ലാം ഗ്രാംബ്ലർ ത്രൂ വരുന്ന യൂസേഴ്സാണ്. അവരിപ്പോൾ ഫോട്ടോ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവർ ലൈക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഏൺ കോയിൻസ് എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോട്ടോസ് വരുന്നുണ്ട്. സോ മറ്റുള്ള യൂസേഴ്സിനും ഇതുപോലെ വരുന്ന ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അവർക്ക് കാണാൻ കഴിയും. സോ അതിൽ അവർ കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്കും അവർ ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് ചെയ്യുകയാണ്. അതുവഴിയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോസിന് ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ലൈക്സ് കിട്ടുന്നത്. സോ ഇതിവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ കൂടെ കാണാം നോട്ടിഫിക്കേഷനിൽ 6 പേര് ഓൾറെഡി ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സിനകം ഈ ഫോട്ടോയ്ക്ക് ഓട്ടോമാറ്റിക് 60 ലൈക്സ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പർപ്പസാണ് ഗെയിൻ ഫോളോവേഴ്സ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഹാഷ്ടാഗ്സിൽ വരുന്ന ആക്റ്റീവ് മെമ്പേഴ്സിനെ എല്ലാം ഫോളോ ചെയ്യുക. സോ ഈ മെമ്പേഴ്സ് എല്ലാം ഗ്രാംബ്ലറിൽ കണക്റ്റഡ് മെമ്പേഴ്സാണ്. സോ അവർ നമ്മളെ തിരിച്ച് ഫോളോ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെയും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. സോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട 3 ഹാഷ്ടാഗ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഹാഷ്ടാഗിൻ്റെ അണ്ടറിൽ വരുന്ന യൂസേഴ്സാണ് ഇവരിൽ നിന്ന് നമുക്ക് തിരിച്ചും ഫോളോ മേടിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഏതെങ്കിലും ഹാഷ്ടാഗ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാഷ്ടാഗിൻ്റെ അണ്ടറിൽ വരുന്ന യൂസേഴ്സിനെ നമുക്ക് ഈ ഇൻ്റർഫേസിൽ കാണാൻ കഴിയും. ഇവരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ കഴിയും. സോ ഈ ഗ്രാംബ്ലർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.